ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് നല്ല രീതിയിൽ സ്ലോ ആണ്, നിങ്ങളുടെ Windows 11 അല്ലെങ്കിൽ Windows 10 ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം എടുക്കുന്നെങ്കിൽ എന്തായാലും നമ്മളൊരു SSD മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്തേക്ക് OS കയറ്റുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പം SSD പവർഫുൾ ആണ്, നമ്മുടെ സാധാരണ ആ ഒരു ഹാർഡ് ഡിസ്കിനേക്കാളും ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം SSD ആണ് മിക്കവരും ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു SSD തന്നെ പല രീതിയിലുള്ള വെറൈറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഇപ്പം കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ ബഡ്ജറ്റ് റേഞ്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരു SATA SSD ആണ്. SATA SSD എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ 2.5 ഇഞ്ചസിൻ്റെ ലാപ്ടോപ്പിൽ വരുന്ന ഹാർഡ് ഡിസ്കിൻ്റെ അത്രയും സൈസുള്ള SSDs ആണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, കുറച്ചൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു SSD അല്ല, അതിൻ്റെയൊക്കെ ഇത്രയും കൂടിയും കോമ്പാക്റ്റ് ആയിട്ടുള്ള, ഇത്രയും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് m.2 NVMe SSD. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് SSD ആണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ m.2 SSD എടുക്കാനായിട്ടുള്ള കാരണം എൻ്റെ ആ ഒരു മദർ ബോർഡിൽ m.2 സ്ലോട്ട് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അതിനകത്ത് ഇങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ടോ, ഇതേപോലത്തെ ഒരു സ്ലോട്ട് ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PCയുടെ മോഡൽ നെയിം അല്ലെങ്കിൽ ആ ഒരു മദർ ബോർഡിൻ്റെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു പോർട്ട് അവൈലബിൾ ആണോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മദർ ബോർഡിൽ എങ്ങനത്തെ സ്ലോട്ട് ആണെന്ന് ചെക്ക് ചെയ്യുക. അതായത് ഈ ഒരു m.2 SSD 2 ടൈപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് 3 ഗ്യാപ്പായിട്ടും പിന്നെ 2 ഗ്യാപ്പായിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ഗ്യാപ്പ്, ഇവിടെ 2 ഗ്യാപ്പ്. അപ്പം ഈ ഒരു ടൈപ്പ് SSD ആണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എടുക്കുന്നത് മറ്റേ 1 ഗ്യാപ്പ് ഉള്ളതാണ് m.2 NVMe SSD. അപ്പോൾ നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റോറേജ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സ്റ്റോറേജിൻ്റെ വേരിയൻറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കാശും കുറേ പോകും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം SSDക്ക് ഉള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് SSD ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ലെനോവോയുടെ ഒരു CPUവിലാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം CPU വയ്ക്കുക. CPU വെച്ചിട്ടും ആ ഒരു സ്ലോട്ട് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, ആ സ്ലോട്ടിൻ്റെ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു SSD സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ ഒരു പോർട്ടിലേക്ക് കയറ്റിയിട്ട് ഒരു സ്റ്റാൻഡ് ഓഫ് സ്ക്രൂ ഉണ്ടാവും. ആ ഒരു സ്ക്രൂ അഴിച്ചിട്ട് ആ ഒരു SSD അതിനകത്തേക്ക് വെക്കുക. അപ്പം SSD വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ SSD ഒരു സ്ലോപ്പ് പൊങ്ങി നിൽക്കും. അപ്പോൾ അതേ ആ ഒരു പ്രസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ഓഫ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് ടൈറ്റ് ചെയ്താൽ മതി, അധികം ടൈറ്റ് ചെയ്താൽ സാധനം ഒടിഞ്ഞു പോകും, പരിപാടി കഴിയും. ഓക്കെ, അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ഫ്രഷ് Windows 11 ഇൻസ്റ്റാളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം Windows 11 ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് USB ഡ്രൈവ് നിങ്ങളുടെ ബൂട്ടബിൾ ഡ്രൈവായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് Windows 11 ആ ഒരു ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് Windows 11 ആ ഒരു പെൻഡ്രൈവ് ഇൻസ്റ്റാളേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ Windows 11 ആ ഒരു ബൂട്ടബിൾ മീഡിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഓൺ ആക്കാം. സിസ്റ്റം ഓൺ ആക്കിയിട്ട് ഓരോ സിസ്റ്റത്തിനും ഓരോ ഫംഗ്ഷൻ കീ ആണ് അതിൻ്റെ ആ ഒരു ബൂട്ടബിൾ മെനുവിലേക്ക് കടക്കാനായിട്ട്. അപ്പം ഈ ലെനോവോയുടെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ലെനോവോയുടെ F12 ആണ് ആ ഒരു ബൂട്ട് ലോഡർ ഓണായി വരാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു CPUയുടെ പവർ ബട്ടൺ നിൽക്കാം. പവർ ബട്ടൺ നിൽക്കി കഴിഞ്ഞിട്ട് F12 5 പ്രാവശ്യം നിൽക്കുക. അപ്പോൾ തന്നെ ആ ഒരു ബൂട്ട് മെനു തന്നെ വരും. അതിനകത്ത് നമ്മുടെ ആ ഒരു USBയുടെ പേര് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ വരും. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നെക്സ്റ്റ് അടിച്ച് സെറ്റപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ഡിസ്ക് കാണാം. ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം ഒറ്റൊരു ഡിസ്ക് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1 TB ഒരു ഹാർഡ് ഡിസ്ക് പിന്നോട് വരുന്നത് തന്നെ അത് നമ്മൾ ഫുള്ള് ഫ്രീ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പാർട്ടീഷൻസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആ ഒരു പെൻഡ്രൈവ് അതിൽ നിന്ന് ഊരരുത്. ഈ ഒരു ഫയൽസൊക്കെ എല്ലാം കോൺഫിഗർ ആയിട്ട് ഇത് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. റീസ്റ്റാർട്ടിൻ്റെ സമയത്ത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ ബ്ലാങ്ക് ആവും. ആ ഒരു സമയത്ത് ആ ഒരു പെൻഡ്രൈവ് വരാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ SSDയിലായിരിക്കും നമ്മുടെ ആ ഒരു വിൻഡോസ് ലോഡായിട്ട് വരാം. അപ്പോൾ ഇത്രയാണ് ഈ m.2 NVMe SSD ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പ്. നല്ലൊരു റെസ്പോൺസ് ഈ ഒരു SSD ഇട്ടാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ തരാൻ പറ്റും. HDനേക്കാളും നല്ല പവർഫുൾ ആണ് ഈ SSD. അതിപ്പോൾ നിങ്ങൾ m.2 തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഒരു SATA മറ്റേ ആ ഒരു 2.5 ഇഞ്ച് ലാപ്ടോപ്പിൻ്റെ ആ ഡിസ്ക് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് SSD ആണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. m.2 തന്നെ മേടിക്കണമെന്നില്ല. അപ്പം ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ലാപ്ടോപ്പിലും ഈ ഒരു പോർട്ടൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പം പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് കൂടിയിട്ട് അവിടേക്ക് ആ ഒരു SATA SSD ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പരിപാടി സോൾവ് ആവും. അപ്പോൾ ഇതാണ് ഈ ഒരു m.2 SSD ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ്. എളുപ്പമുള്ള കാര്യമാണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ടാണ്.